ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷാരി പൊട്ടിത്തെറിക്കുകയാണ് സരയുവിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് രാഹുലുമായിട്ട്. ഒന്നാമത് താര കൂടെ വന്നതിൻ്റെ ആ ഒരു ദേഷ്യവും കൂടെ ഉണ്ടായിരുന്നു. കാരണം രാഹുൽ ഓരോന്നോരോന്ന് പറയുന്നതനുസരിച്ചിട്ട് ഷാരിക്ക് ദേഷ്യം വരികയാണ്. ഒക്കെ ഇയാൾ ചെയ്തു വെച്ചിട്ട് ഇയാൾ വലിയ നല്ല ആളാവാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ദേഷ്യമൊക്കെയാണ് ഷാരിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അയാളോട് വായി തോന്നുന്നതൊക്കെ പറഞ്ഞതിന് ശേഷം സരയുവിനോടും മനോഹറിനോടും പറയുന്നുണ്ട്, എനിക്കെന്തോ തലവേദന പോലെ, ഞാനൊന്ന് പോയി കിടക്കട്ടെ മക്കളെ. അപ്പോഴേക്കും മനോഹർ പറയാണ്, ബർത്ത്ഡേ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല, ഡിന്നറൊക്കെ നമുക്ക് പുറത്തു പോയി കഴിക്കാം. ശരി മക്കളെ. ഷാരി അവിടുന്ന് പോയതിനു ശേഷം സരയു മനോഹറിനോട് പറയുന്നുണ്ട്, മനുവേട്ടാ നമുക്ക് മുറിയിലേക്ക് പോവാം, ഒരുമിച്ച് കുറച്ചു നേരം ഇരിക്കാം. ഇവിടെ നിന്നാ ഈ മനുഷ്യൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. അപ്പം രാഹുൽ മനോഹറിനെ നോക്കുന്ന സമയത്ത് മനോഹർ കൗശലത്തോടെ പറയാണ്, അങ്ങനെ പാടെ അച്ഛനെ തള്ളിക്കളയരുത്. ഒരാൾക്ക് അസുഖം വരുന്നതൊക്കെ സർവ്വസാധാരണല്ലേ മോളൂ. ആ സമയത്ത് കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ആര് കൂടെ നിന്നാലും നീ നിൽക്കേണ്ടതില്ലടാ. അത് കേട്ടപ്പോൾ സരയുന് ദേഷ്യം വരികയാണ്. കണ്ട ഇതാ കുഴപ്പം. മനുവേട്ടൻ എത്രത്തോളം ഇങ്ങേരെ സ്നേഹിച്ചാലും തിരിച്ചിങ്ങോട്ട് ആ സ്നേഹം പ്രതീക്ഷിക്കേണ്ട. അതുതന്നെയാണ് എനിക്ക് എൻ്റെ അച്ഛനോടുള്ള ദേഷ്യവും. സരയു പൊട്ടിത്തെറിക്കുകയാണ്. അപ്പം മനോഹർ പറയുന്നുണ്ട്, എങ്കിൽ വാ മോള് നമുക്ക് മുകളിലേക്ക് പോവാം. എന്നിട്ട് മുകളിൽ പോകുമ്പോൾ സരയുവിനെ ചേർത്ത് പിടിച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. രാഹുലിനെ മാക്സിമം പ്രവോക്ക് ചെയ്യാണ്. മാത്രമല്ല സ്റ്റെപ്പുമ്മിലെത്തിയപ്പോൾ സരയു കാണാതെ ടാറ്റാ ബൈ ബൈ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാഹുലാണ് ദേഷ്യം പിടിച്ച് കയറി പോടാ എന്നൊക്കെ ഇങ്ങനെ ചുണ്ടോണ്ട് പറയാണ്. ഷാരി മുറിയിലെത്തിയെങ്കിലും അവരുടെ മനസ്സ് നിറയെ താര വന്ന ആ ഒരു രംഗം തന്നെയായിരുന്നു. സമ്മാനം സരയുവിന് കൊടുക്കണം എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് മനോഹർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മോളുവിന് കൊടുക്കണം എന്നാണ് താരാൻറ്റി പറയുന്നത്. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോൾക്ക് കൊടുക്കുന്നത്? അവളും മോളും തമ്മിൽ എന്താ ബന്ധം? രാഹുൽ ചോദിക്കുകയാണ്. അപ്പോൾ ഷാരിയുടെ മനസ്സ് നിറയെ വരുന്നത്, ഒരു പിശാചിനെ പോലെ അവൾ തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടല്ലോ. അപ്പോഴേക്കും ഷാരിയുടെ ഫോൺ റിങ് ചെയ്യാണ്. എടുത്തു നോക്കുമ്പോൾ കിരണാണ്. പിന്നെയും വെപ്രാളായി. ഈശ്വര, ഇവനിനി എന്തിനായിരിക്കും വിളിക്കുന്നത്? മോനെ കിരണേ, എന്താ വിളിച്ചേ? എനിക്ക് നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. കിരണ് ഭയങ്കര സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അയ്യോ മോനെ, സരയുവാണ് വയലൻ്റ് ആയത്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. എനിക്ക് നിങ്ങളെ കണ്ടാൽ മതി. നമ്മൾ നടക്കാൻ പോകുന്ന ആ ഗ്രൗണ്ടിനടുത്തുള്ള ചർച്ചിനടുത്ത് വന്നാൽ മതി. അപ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട്, പറയാനുള്ളത് ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരെ മോനെ? പറഞ്ഞാൽ മാത്രം പോരാ, ഒരു സാധനം നിങ്ങൾക്ക് തരാനുണ്ട്. അപ്പോൾ ഷാരിക്ക് ടെൻഷൻ ആവുകയാണ്. അയ്യോ, എന്നെ തല്ലാനാണോ? ഞാൻ നിൻ്റെ ആൻറ്റി ആണടാ മോനെ. എത്ര തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ആൻറ്റിയെ അനന്തരവൻ തല്ലാൻ പാടില്ല. അപ്പോൾ കിരണും പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കരണത്ത് കൈവച്ചാ എൻ്റെ കൈ പിന്നെ ഒന്നിനും കൊള്ളത്തില്ലല്ലോ. അപ്പോൾ ഷാരി മനസ്സിൽ വിചാരിക്കുകയാണ്, പോടാ നന്ദി കെട്ടവനെ. അങ്ങനെ കിരണ് വീണ്ടും പറയുകയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ സ്ഥലത്ത് വരണം. എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ഞാൻ വരാൻ നോക്കാം. നോക്കിയാൽ പോരാ, ആ സ്ഥലത്ത് നിങ്ങൾ വന്നിരിക്കണം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ടേക്ക് ഇടിച്ചു കയറി വരും. അയ്യോ വേണ്ട മോനെ, ഞാൻ ഇപ്പം തന്നെ വരാം, ഷാരി പേടിയോടെ പറയാണ്. കോള് കട്ടായതിനു ശേഷം ഷാരി ചിന്തിക്കുന്നുണ്ട്, ഇനി എന്തിനാണോ ആവോ? ചിലപ്പോൾ അവളുമാരും കാണും, ആ താരയും കല്യാണിയും. എല്ലാവരും കൂടെ എന്നെ കൊല്ലുമായിരിക്കും. കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ, അതോടെ ഈ ദുരിതം അവസാനിക്കുമല്ലോ. കിരണ് കാത്തു നിൽക്കുന്നിടത്തേക്ക് ഷാരി വരികയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കിരണിൻ്റെ ഭാവം കണ്ടപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട്, ഈ മുട്ടാളൻ ഇനി എന്തിനാണാവോ വിളിച്ചിരിക്കുന്നത്. അടുത്തെത്തിയപ്പോൾ കിരണ് ചോദിക്കുകയാണ്, മോളുടെ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞല്ലേ? തരക്കേടില്ലാതെ കഴിഞ്ഞു, ഷാരി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ കിരണ് ചോദിക്കുകയാണ്, സ്വന്തം മകളുടെ ബർത്ത്ഡേക്ക് വളർത്തമ്മയ്ക്കാണോ അതോ പെറ്റമ്മയ്ക്കാണോ പങ്കെടുക്കാൻ കൂടുതൽ അർഹത? ഷാരി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കിരണ് പറയുന്നുണ്ട്, എൻ്റെ അഭിപ്രായത്തിൽ വളർത്തമ്മയ്ക്ക് തന്നെയാ. ഒരാൾ പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവില്ല. നിങ്ങൾ തന്നെയാ അവളെ കുഞ്ഞുനാൾ മുതൽ നോക്കി വളർത്തിയത്. നിങ്ങളെയാണ് അവൾ അമ്മയെന്ന് വിളിച്ചതും. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് നൽകേണ്ടതും. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ അവളെ പ്രസവിച്ച അമ്മ അവളെ വലിച്ചെറിഞ്ഞിട്ടല്ല പോയത്. അവരുടെ അരികിൽ കിടന്ന കുഞ്ഞിനെ അടർത്തി മാറ്റിയതാ. ബഗാസുരൻ എന്ന് എല്ലാവരും വിളിക്കുന്ന നിങ്ങളുടെ ശാപമായ നിങ്ങളുടെ ഭർത്താവ്. അങ്ങനെ വരുമ്പോൾ 10-24 വർഷം അവളെ സ്നേഹിക്കാൻ കഴിയാതെ അവളെ തേടി നടന്ന ഒരമ്മയുടെ വേദന നിങ്ങളും മനസ്സിലാക്കണം. അപ്പോൾ ഷാരി ധർമ്മസങ്കടത്തിലാവുകയാണ്. എൻ്റെ മോൾക്ക് താരയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവൾ അവിടെ വന്ന മോള് ആട്ടിപ്പായിക്കത്തേ ഉള്ളൂ. അപ്പോൾ കിരണും പറയുന്നുണ്ട്, അതെനിക്കും കല്യാണിക്കും ഒക്കെ അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും താരാൻ്റിയോട് പറയുന്നത്, മകളെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. പക്ഷേ ഒരമ്മയ്ക്കത് കഴിയോ? സരയുവിനെ ബഗാസുരൻ്റെ മകളായിട്ട് തന്നെയാണ് നിങ്ങളും അയാളും അവളെ വളർത്തിയത്. ഇന്നിപ്പോൾ അവളുടെ ഭർത്താവ് അവളുടെ ജീവിതത്തിലേക്ക് വന്ന ശേഷം അവളുടെ സ്വഭാവം പിന്നെ പറയേ വേണ്ട. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, അയ്യോ മനുമോൻ നല്ലവനാ. അതെ, അവൻ വളരെ നല്ലവനാ, കിരണും പറയാണ്. അതുപോലൊരു ഭർത്താവിനെ കിട്ടാൻ ശരിക്കും ഒരു പെൺകുട്ടി പുണ്യം ചെയ്യണം. അപ്പോൾ ഷാരിയും പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, അതേ മോനെ, അത് സത്യാ. അത് മാത്രാ ഇപ്പോഴത്തെ ഒരു ആശ്വാസം, ഒരു സമാധാനം പോലെ ഷാരി പറയാണ്. അപ്പോൾ കിരണ് പരിഹസിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അത് ഷാരിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഷാരി പറയാണ്, നിങ്ങളൊക്കെ ബഗാസുരന് എന്ന് വിളിക്കുന്ന എൻ്റെ ഭർത്താവുണ്ടല്ലോ,
അയാളെ ഞാൻ പൂർണ്ണമായും വെറുത്തു കഴിഞ്ഞു. കുറച്ചു കഴിയുമ്പോൾ ഞാനും എൻ്റെ മോളും കൂടി അമേരിക്കയിലേക്ക് പോവാൻ നിൽക്കുക മനുമോൻ്റെ കൂടെ. അപ്പോൾ കിരൺ പരിഹസിച്ച് ചോദിക്കുന്നുണ്ട്, ഇതുവരെ വിസയൊന്നും ശരിയായില്ലേ? ശരിയായിക്കൊണ്ടിരിക്കുക. എന്നത്തേക്ക് ശരിയാവും? ഉടനെ ശരിയാവും എന്നാണ് മനുമോൻ പറഞ്ഞത്. ശരിയാവും. കിരൺ കളിയാക്കുകയാണ്. അപ്പം ശാരിയുടെ മനസ്സിലൊരു തോന്നൽ വരുന്നുണ്ട്, ഇവൻ കളിയാക്കുവാണെന്നാണ് തോന്നുന്നത്. വേറെ ആരെ വേണമെങ്കിലും കളിയായിക്കോടാ പുല്ലേ, എൻ്റെ മനുമോനെ ഒന്നും പറഞ്ഞേക്കരുത്. ശാരി മനസ്സിൽ ചിന്തിക്കുകയാണ്. അത് മനസ്സിലായിട്ടെന്നോണം തന്നെ കിരൺ ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്താ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മനോഹറിനെ കുറിച്ച് പറഞ്ഞത് ആൻറ്റിക്ക് അത്ര പിടിച്ചില്ല അല്ലേ? അപ്പോൾ ശാരി പെട്ടെന്ന് പറയാണ്, ഇല്ല മോനെ, അതിനും മനുമോനെക്കുറിച്ച് മോനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴേ ഇതൊന്നും പറയാനല്ല ഞാൻ വിളിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് കിരൺ കാറിനകത്ത് പോയിട്ടൊരു കവറെടുത്ത് വരികയാണ്. എന്നിട്ട് ശാരിക്ക് കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, അതെ, ഇതിനകത്തൊരു മാലയുണ്ട്, ഇത് സരയുവിന് കൊടുക്കണം. അപ്പോൾ ശാരി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യോ, മോൻ ഇപ്പോഴും സരയു മോളോട് സ്നേഹമുണ്ടല്ലേ? കല്യാണി അറിഞ്ഞിട്ടാണോ ഇത് വാങ്ങിയത്? ശാരി ചോദിക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, കല്യാണി മാത്രമല്ല, എല്ലാവരും അറിഞ്ഞിട്ടാണ് ഇത് വാങ്ങിയത്. പക്ഷേ വാങ്ങിയത് ഞങ്ങളാരുമല്ല, താരാൻറ്റിയാ. അത് കേട്ടപ്പോഴേക്കും ശാരി ഞെട്ടുകയാണ്. ഇത് നിങ്ങൾ താരാൻറ്റിയുടെ മോൾക്ക് കൊടുക്കണം. അപ്പം ശാരി സങ്കടത്തോടെ പറയാണ്, മോനെ, താരാൻറ്റിയുടെ മോളെന്ന് പറയരുത്, അവൾ എൻ്റെ മോളാ. അപ്പം കിരൺ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് സത്യം വിളിച്ചു പറഞ്ഞല്ലേ പറ്റൂ. പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം. ഇത് അവൾ കഴുത്തിലണിഞ്ഞ് നടക്കുന്നത് താരാൻറ്റിക്ക് കാണണം. അയ്യോ, താര വാങ്ങിയതാണെന്ന് പറഞ്ഞ് ഇത് കൊണ്ടുപോയി കൊടുത്താൽ അവളിത് മുറ്റത്തേക്ക് വലിച്ചെറിയേ ഉള്ളൂ. എങ്കിൽ അങ്ങനെ പറയണ്ട, നിങ്ങൾ വാങ്ങിയതാന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് എവിടുന്നാ പൈസ കിട്ടിയെന്ന് ചോദിക്കത്തില്ലേ? പൈസ വന്ന വഴിയൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതെങ്ങനെ? അല്ല, ഈ നാവ് കൊണ്ട് കള്ളം പറയാൻ ഒരു പ്രത്യേക കഴിവാ. കിരൺ പരിഹസിക്കുകയാണ്. അതുകൊണ്ട് പുതിയൊരു കഥ മെനഞ്ഞിട്ട് ഈ മാല കൊണ്ടുപോയി അവൾക്ക് കൊടുത്തോളണം. എന്നിട്ട് ഇത് അവളോട് കഴുത്തിൽ അണിഞ്ഞോണ്ട് നടക്കാൻ പറയണം. ഇത് നേരിക്കൊണ്ടുപോയി കൊടുക്കാൻ താരാൻറ്റിക്ക് കഴിയില്ല. പക്ഷെ അവർ വാങ്ങിയ മാല അവൾ കഴുത്തിൽ അണിഞ്ഞോണ്ട് നടക്കുന്നത് അവർക്ക് കാണാൻ കഴിയണം. അതിനുള്ള അവസരം ഒരുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അത് ചെയ്തിരിക്കണം കേട്ടോ. ശാരിക്കൊന്നും മറുപടി പറയാനുള്ള അവസരം കൊടുക്കാതെ കിരൺ പോയി കാറ് കയറുകയാണ്. അവന് പിന്നാലെ പോയിട്ട് ഗ്ലാസ് തട്ടിക്കൊണ്ട് ശാരി സങ്കടത്തോടെ പറയാണ്, മോനെ, എന്നെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കല്ലേടാ. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, സ്വത്തിനും പണത്തിനും വേണ്ടി എൻ്റെ അച്ഛനെയും അമ്മയും അകറ്റി നിർത്തിയവനാണ് നിങ്ങളുടെ ഭർത്താവ്. അതിനെല്ലാം കൂട്ടു നിന്നതാ അമ്മയും മോളും ഒക്കെ. അതിനപ്പുറം ശ്വാസം മുട്ടലൊന്നും അല്ല ഇതൊന്നും. പിന്നെ നിങ്ങളെ നിങ്ങളുടെ ഭർത്താവിനെയും മോളെയും പോലെ വിശ്വാസവഞ്ചനയൊന്നും കാണിക്കില്ല ഞാനും കല്യാണിയൊന്നും. ഞങ്ങൾ അറിഞ്ഞ രഹസ്യം ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കും. ഒരിക്കലും നിങ്ങൾ സരയുവിൻ്റെ അമ്മയല്ലാതാവില്ല. ആ സത്യം ഞങ്ങളുടെ നാവിൽ നിന്നും ആരും അറിയില്ല. അതിനിടയിൽ അവളുടെ സ്വന്തം അമ്മയുടെ ഇത്തരം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നിങ്ങൾ നടപ്പിലാക്കി കൊടുക്കണം. നടപ്പാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് ചെന്ന് അവസാനിക്കുന്നത് കോടതിയിലായിരിക്കും. മറക്കണ്ട. കിരൺ കാറും എടുത്ത് അവിടുന്ന് പോവുകയാണ്. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതെ ശാരി അവിടെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് സരയു മനോഹർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റായിട്ടുള്ള ആ ബ്രേസ്ലെറ്റ് കയ്യിൽ അണിഞ്ഞിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. അങ്ങോട്ടേക്കാണ് ശാരി വരുന്നത്, താര കൊടുത്തിട്ടുള്ള ആ മാലയുമായിട്ട്. മുറിയിലെത്തിയതിന് ശേഷം സരയു ചോദിക്കുന്നുണ്ട്, അമ്മ എവിടെ പോയതായിരുന്നു ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ? ഞാൻ ഒരു സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി പോയതാ, മോളുടെ ബർത്ത്ഡേ അല്ലേ. അപ്പം സരയു പറയുന്നുണ്ട്, അമ്മ എനിക്കെന്നെ ഒരു സമ്മാനവും തന്നിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, മനുവേട്ടൻ തന്ന ഗിഫ്റ്റ് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രേസ്ലെറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം സരയു ശാരി കൊണ്ടുകൊടുത്ത ആ കവർ തുറന്ന് നോക്കുകയാണ്. അതിനകത്തൊരു ചെറിയ ബോക്സിലായിട്ടൊരു നെക്ലേസ് ഉണ്ടായിരുന്നു. പക്ഷേ സരയു അതെടുക്കുന്ന സമയത്തൊക്കെ ശാരി ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പം സരയു ചോദിക്കുന്നുണ്ട്, ഇത് നെക്ലേസ് ആണല്ലോ, സ്വർണ്ണമാണോ? ആ, സ്വർണ്ണ. ശാരി പറയാണ്, അപ്പോൾ ഇതിനൊക്കെ പൈസ അമ്മയുടെ കയ്യിൽ നിന്ന് എവിടുന്നാ? അപ്പോൾ ശാരി പറയുന്നുണ്ട്, ഞാൻ കുറച്ച് പൈസ മിച്ചം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് വാങ്ങിച്ചതാ. സരയു പറയുന്നുണ്ട്, പൈസക്കൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള ഈ ഒരു സമയത്ത് ഇതൊക്കെ എന്തിനാ അമ്മ വാങ്ങിയത്? മോൾക്ക് സന്തോഷമായോ മോളെ? അമ്മ തന്നെ ഇത് കഴുത്തിലോട്ട് ഇട്ട് തന്നെ. അപ്പോൾ ശാരി അത് വാങ്ങിയിട്ട് കഴുത്തി കെട്ടിക്കൊടുക്കുകയാണ്. അത് കെട്ടിക്കൊടുക്കുന്ന സമയത്ത് അത്രയും ശാരി ചിന്തിക്കുന്നത് ഇത് ഇവളുടെ കഴുത്തി കിടക്കുന്ന കണ്ട അവൾക്ക് സന്തോഷമായിരിക്കും എന്ന് വെച്ചാൽ അമ്മ മോൾക്ക് വാങ്ങിക്കൊടുത്തതാണല്ലോ. സരയു കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് ആ മാലയുടെ ഭംഗി ആസ്വദിക്കുകയാണ്. അതിനുശേഷം ശാരിയോട് പറയുന്നുണ്ട്, നന്നായിരിക്കുന്നു, എനിക്ക് ചേരുന്ന മാല തന്നെയാണ് അമ്മ എനിക്ക് വാങ്ങിയത്. അപ്പോൾ ശാരി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, മോൾക്ക് ചേരുന്ന മാല തന്നെയാണ് മോളുടെ അമ്മ മോൾക്ക് വാങ്ങിയത്. മാത്രമല്ല ശാരി പറയുന്നുണ്ട്, വലിയ ചേർച്ചയൊന്നും ഇല്ല മോളെ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായിട്ടില്ല. അപ്പോൾ സരയു ചോദിക്കുക, ആര് പറഞ്ഞു നന്നായിട്ടില്ലെന്ന്? അമ്മ ഇതുപോലൊരു നല്ല മാല എനിക്ക് ഇതുവരെ വാങ്ങി തന്നിട്ടില്ല. അപ്പോൾ ശാരിയും പറയുന്നുണ്ട്, ആ, മോൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, എനിക്കെന്തോ അത്ര നന്നായിട്ട് തോന്നിയില്ല. ശാരി വീണ്ടും മുടക്ക് പറയാണ്, കാരണം താര വാങ്ങിച്ചു കൊടുത്തതാണല്ലോ. അപ്പോൾ സരയു സ്നേഹത്തോടെ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ബർത്ത്ഡേക്ക് ഈ സമ്മാനം വാങ്ങി തന്നതിന് എൻ്റെ വക എൻ്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കവിളിൽ കിസ് ചെയ്യാണ്. കണ്ണീരോടെ തിരിച്ച് ശാരിയും സരയുവിൻ്റെ നെറ്റിയിലേക്ക് കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ശാരിയുടെ കണ്ണ് നിറയുന്ന കണ്ടപ്പോൾ സരയു ചോദിക്കുകയാണ്,
എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നേ? അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ സങ്കടപ്പെടുന്നുണ്ടല്ലോ. മോളുടെ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാ ഞാനിങ്ങനെ സങ്കടപ്പെടുന്നത്. എങ്ങനെ കഴിഞ്ഞിരുന്ന വീടാ നമ്മുടേത്. ഇപ്പം അങ്ങേർക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാതെ ആയില്ലേ. അതോർക്കുമ്പോൾ എനിക്ക് കണ്ണീരടക്കി വെക്കാനാവുന്നില്ല. അപ്പോൾ സരിയും ചോദിക്കുന്നുണ്ട്, ആ സങ്കടം കൊണ്ടാ അമ്മ അച്ഛനെ ഓരോന്ന് പറയുന്നതല്ലേ? പറയാതെ പിന്നെ? ശാരി ചോദിക്കുകയാണ്. മോൾക്ക് രൂപയുടെ സ്വത്തൊക്കെ എഴുതി വാങ്ങിത്തരാന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടിപ്പോൾ പകുതി പോയി. ഇനി ബാക്കി പകുതി കൂടി പോകുമെന്ന് അറിയില്ല. അപ്പോൾ സരയു പറയുന്നുണ്ട്, അതെനിക്ക് തന്നെ കിട്ടുമല്ലോ അമ്മേ. ആൻറ്റി ഇപ്പോൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് നാടകമല്ലേ? സത്യത്തിൽ ആൻറ്റിക്ക് ചന്ദ്രസേനയോടും കല്യാണിയോടും ഒന്നും ആത്മാർത്ഥമായ സ്നേഹമില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്? ശാരി പതറിക്കൊണ്ട് പറയുന്നുണ്ട്, ആ അതെ അതെ, അത് ശരിക്കും സത്യം തന്നെയാണോ അമ്മേ? സരയു വീണ്ടും ചോദിക്കുന്നുണ്ട്. എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അമ്മയാണെങ്കിൽ അത് കളയുകയും ചെയ്തു. എന്തായാലും അവിടുത്തെ സംസാരം കേട്ടപ്പോൾ അതൊരു അഭിനയം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സരയും പറയുന്നുണ്ട്, ചന്ദ്രസേനനെ കൊല്ലാന്ന് പറഞ്ഞിട്ടാണ് ആൻറ്റി അയാളെ സ്നേഹിച്ചു തുടങ്ങിയത്. ഇതുവരെ അത് നടന്നില്ലല്ലോ. അപ്പോൾ ശാരി പറയുന്നുണ്ട്, നടക്കും, ഉറപ്പായിട്ട് നടക്കും. ശാരി അവിടെ നിന്ന് സങ്കടത്തോടെ പോവുകയാണ്. അതേസമയം ചന്ദ്രസേനയും രൂപയും കൂടെ രൂപയുടെ വീട്ടിലാണ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രൂപ പറയുന്നുണ്ട്, മോളുടെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് താര എൻ്റെ മുന്നിൽ വന്ന് ഇന്ന് കരയുമായിരുന്നു. മകൾക്ക് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും വില കൂടിയ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാ വില കൂടിയ ഗിഫ്റ്റൊക്കെ ആയി പോയിട്ട് അവൾ അവിടെ അംഗീകരിക്കുമെന്ന്. പിന്നെ അവളുടെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ എനിക്കും സഹിച്ചില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ആ മാല അവൾക്ക് വാങ്ങിച്ചു കൊടുത്തത്. അത് കേട്ടപ്പോൾ ചന്ദ്രസേനൊരു ചെറിയ അത്ഭുതം തോന്നുകയാണ്. അപ്പം രൂപ പറയുന്നുണ്ട്, ഏതായാലും അവൾ ആഗ്രഹിച്ചതുപോലെ അത് സരയുവിൻ്റെ കയ്യിൽ എത്തിക്കാൻ കഴിഞ്ഞല്ലോ. കല്യാണിയുടെ അമ്മയെക്കാളും എത്രയോ ദയനീയമാണ് താരയുടെ അവസ്ഥ. മുൻപൊക്കെ ഇവിടെ കയറി വരുമ്പോൾ ഞാൻ ആട്ടി പായിക്കുമായിരുന്നു, കഥകളൊന്നും അറിയാതെ. ഇപ്പോൾ സ്വന്തം മോളും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സങ്കടത്തോടെ സേനനും പറയുന്നുണ്ട്, അവിടെയും ഇതിനെല്ലാം കാരണക്കാരനായവൻ ഒന്നും അറിയാത്തതുപോലെ പാവത്തിനെ പോലെ നിൽക്കുക. അവൻ ഒറ്റ ഒരുത്തനല്ലേ സ്നേഹിക്കേണ്ട എല്ലാവരെയും പരസ്പരം തമ്മിൽ അകറ്റിയത്. താരയുടെ നല്ല പ്രായത്തിൽ അവളെ വഞ്ചിച്ചു. അച്ഛനില്ലാത്ത കുഞ്ഞിനെ അവൾക്ക് പ്രസവിക്കേണ്ടിയും വന്നു. ആ സമയത്ത് ആ കുഞ്ഞിനെയെങ്കിലും അവൾക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ അതിനു വേണ്ടിയെങ്കിലും അവൾക്ക് ജീവിക്കാമായിരുന്നു. ഇനിയിപ്പോൾ സരയു സത്യം മനസ്സിലാക്കിയാലും അവളെ സ്നേഹിക്കോ? ഒരിക്കലുമില്ല. എൻ്റെ സ്വന്തം മക്കളെക്കാളും കൂടുതൽ ഞാൻ അവളെ സ്നേഹിച്ചതാ. എന്നിട്ടും എൻ്റെ സ്വത്തിൻ്റെ മേലിലായിരുന്നു അവൾക്ക് കണ്ണ്. രാഹുലിൻ്റെ മകളാകുമ്പോൾ അവൾ അങ്ങനെയല്ലാതെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ സേനൻ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പറഞ്ഞു അവളോട്, താരയോട്, ഇനിയെങ്കിലും കല്യാണിയെയും കിരണിനെയും സോണിമോളെയൊക്കെ സ്വന്തം മക്കളായി കണ്ട് ജീവിതം തീർക്കാൻ. നമ്മൾ മുൻപേ മനസ്സിലൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കോമ്പൗണ്ടിൽ നമുക്ക് എല്ലാവർക്കും ഓരോരോ വീട്. ആ കൂട്ടത്തിൽ താരയ്ക്കും കൂടെ ഒരു വീട് പണിത് കൊടുക്കുകയാണെങ്കിൽ ഇനിയുള്ള കാലെങ്കിലും അവൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പോഴും സ്വന്തം കുഞ്ഞിനെ ഓർത്തുള്ള അവളുടെ വേദന ഒരിക്കലും അവളെ വിട്ടു പോവത്തില്ല. രൂപ സങ്കടത്തോടെ പറയാണ്. അതേസമയം ശാരി കൊടുത്തതാണ് എന്ന് വിചാരിക്കുന്ന താര കൊടുത്ത മാല കഴുത്തിലണിഞ്ഞ് അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ് സരയു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.